ഹലോ മക്കളെ സ്റ്റാർട്ട് ചെയ്യാലടാ. ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ക്യാമറ ഓൺ ആക്ക്. സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഓക്കെ, പെർഫെക്റ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോ നമ്മള് ഈ 2 days, സോറി, ഇന്നലെ നമ്മൾ ആക്ച്വലി എന്താ പഠിച്ചടാ? ഇന്നലെ നമ്മൾ ആക്ച്വലി എന്താ പഠിച്ചത്? എന്ത് പഠിച്ചു? ചെറിയ ഒരു ബേസിക്സ് നമ്മൾ ക്ലിയർ ചെയ്തു അല്ലെ? ബേസിക്സ് ക്ലിയർ ചെയ്തില്ലേ മക്കളെ? ക്ലിയർ ചെയ്തില്ലേ? അപ്പൊ ഈ ബേസിക്സ് ശരിക്കും പറഞ്ഞാല് നമ്മൾ ബേസിക്സിൽ എന്താ കാര്യമാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ ഇന്നലെ എലമെന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് റീക്യാപ്പ് ചെയ്താലോ? എല്ലാവർക്കും ഒന്ന് റീക്യാപ്പ് ചെയ്യല്ലേ? ചെയ്യലടാ. അപ്പൊ ഇവിടെ നോക്കിട്ട് എല്ലാവരും നോക്ക്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ്, അനലൈസിങ്, സമ്മറൈസിങ് എന്ത് ട്രാൻസാക്ഷൻസ് മക്കളെ? ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവും, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കമ്പനിയിൽ, ഇപ്പൊ എന്റെ നാജി കമ്പനിയിൽ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു. എന്റെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഞാൻ 3 അക്കൗണ്ടൻസിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ വർക്ക്സ് എന്താണ്? ഒരു അക്കൗണ്ടിന്റെ വർക്ക് എന്താണ്? ആ ബിസിനസ് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും? അവര് റെക്കോർഡ് ചെയ്യും അല്ലെ? റെക്കോർഡ് ചെയ്യൂലടാ. റെക്കോർഡ് ചെയ്യൂലേ? എങ്ങനെ റെക്കോർഡ് ചെയ്യുക? ബൈ ത്രൂ ജേർണൽ അല്ലെ? ജേർണൽ വഴി അവരെന്ത് ചെയ്യും? എല്ലാ ട്രാൻസാക്ഷനും, ആ വർഷത്തെ ട്രാൻസാക്ഷൻ മൊത്തം എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഒരു ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവില്ല മക്കളെ. ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ പറഞ്ഞാൽ എത്ര ഉണ്ടാവും? മില്യൺ കണക്കിന് എന്തുണ്ടാവും? ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഈ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇയറിൽ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. നമ്മൾ എന്തിലേക്ക് മാറ്റണം? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇതിലേക്ക് പോസ്റ്റ് ചെയ്യണം? ലെഡ്ജറിലേക്ക് പോസ്റ്റ്. അതായത് സെയിൽസ് മൊത്തം ഒരുമിച്ചാക്കണം, പർച്ചേസ് മൊത്തം ഒരുമിച്ചാക്കണം, ദെൻ റെന്റൽ എക്സ്പെൻസ് ഒക്കെ ഒരുമിച്ചാക്കണം, വാട്ടർ ബില്ലൊക്കെ ഒരുമിച്ചാക്കണം, പർച്ചേസ് മൊത്തം ഒരുമിച്ചാക്കണം, മെഷീൻ ഒക്കെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രാൻസാക്ഷൻ നടന്ന എല്ലാം സെപ്പറേറ്റ് കോളംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട് ഉണ്ടാക്കണം അല്ലെ? അപ്പൊ നമ്മളെ അതെന്താവും? ആക്ച്വലി എന്താവും? ഒന്ന് ചുരുങ്ങൂല്ലേ? ആ വലിയ ആ ട്രാൻസാക്ഷനിലെ ആ ക്വാണ്ടിറ്റി എന്താവും? ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറും. പിന്നെ നമ്മൾ എന്തായിട്ട് മക്കളെ അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ സമ്മറൈസ് ചെയ്യുന്ന നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? അക്കൗണ്ട്സിന്റെ മെയിൻ ഡ്യൂട്ടിയാണ് എന്ത് പ്രിപ്പയർ ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്തിനാണ് ഈ ഫിനാൻഷ്യൽ പ്രിപ്പയർ ചെയ്യുന്നത് മക്കളെ? കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താ മക്കളെ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? പെർഫെക്റ്റ്. ഓക്കെ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഫ് എസ് ഉണ്ടാക്കുന്നത് പറഞ്ഞു? ബാങ്ക് ലോൺ അല്ല, ബാങ്കിന് ലോണിന് വേണ്ടി ഗവൺമെന്റ്, ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് അല്ലെ, പബ്ലിക്, കസ്റ്റമേഴ്സ്, സപ്ലൈസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ട്സിന് 5 എലമെന്റ്സ് ഉണ്ട്. അക്കൗണ്ട്സിന് എന്തുണ്ട് മക്കളെ? 5 എലമെന്റ്സ് ഉണ്ട്. അക്കൗണ്ട്സിന് എന്തുണ്ട്? 5 എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് എലമെന്റ് ആണ് ഏത്? അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എല്ലാവരും പറ. അസറ്റ് എന്ന് വെച്ചാല് ബിസിനസ്സില് ലോങ് ടേം ഉണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യം എസ് ഓർ പറഞ്ഞാൽ മതി. എടാ, അസറ്റ് എന്ന് പറഞ്ഞാലേ ബിസിനസ്സിൽ കുറെ ഉണ്ടാവൂടാ. ലോങ് ടേമിന് ഉണ്ടാവോ? ഉണ്ടാവും. ഇത് ബിസിനസ്സിലെ ബിസിനസിന്റെ മേലെ ഇതിന് മേലെ കൺട്രോൾ ഉണ്ടാവോ? ഓണർഷിപ്പും കൺട്രോൾ ആർക്കായിരിക്കും? ആയിരിക്കും. ഓണർഷിപ്പും ഇതിന് കൺട്രോളും ആർക്കായിരിക്കണം? ബിസിനസ്സിനായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ബിസിനസ് ഇതിന് ഇൻകം ജനറേറ്റ് ഉണ്ടാവോ? മെഷീനൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചാലുണ്ടാവോ? ബിസിനസ് ബെനിഫിറ്റ് ഉണ്ടാവോ? ബെനിഫിറ്റ് ഉണ്ടാവും. ഇത്രയും കണ്ടീഷൻസ് മെറ്റ് ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ആൻ അസറ്റ്. ഇപ്പൊ ഒരു മെഷീൻ വാങ്ങിച്ചു. മെഷീന് നമ്മൾ വാങ്ങിച്ച ബിസിനസ് യൂസിനാണ്, ബിസിനസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോങ് ടേം കുറെ കാലത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് കാരണം ബിസിനസ്സിലെ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി മെഷീന് നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? പറടാ. അസറ്റ് 2 ടൈപ്പ് ഉണ്ട്. നോൺ കറന്റ് അസറ്റും ഉണ്ട്. എന്താണ് നോൺ കറന്റ് അസറ്റ് പറഞ്ഞാല്? ബിസിനസ്സിൽ മോർ ദാൻ 1 ഇയർ ഉണ്ടാവുന്ന എല്ലാ അസറ്റും നമ്മൾ എന്താ പറയാ? നോൺ കറന്റ്. നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ മെഷീനറി, ബിൽഡിംഗ്, പ്ലാന്റ്, എക്യുപ്മെന്റ്, ഇതൊക്കെ എന്താണ്?
നോൺ കറണ്ട് അസറ്റ് കറണ്ട് അസറ്റ് എന്താണ് ആക്ച്വലി Within വിത്തിൻ 1 1 ഇയർ year. എന്തായിട്ട് മാറും വിത്തിൻ 1 ഇയർ എന്തായിട്ട് മാറും Cash. വിത്തിൻ 1 ഇയർ ക്യാഷ് ആയിട്ട് മാറുന്ന എല്ലാത്തിനും നമ്മൾ എന്താ പറയാ Current asset. വിത്തിൻ 1 ഇയർ ക്യാഷ് ആയിട്ട് മാറുന്ന എല്ലാത്തിനും നമ്മൾ എന്താ പറയാ Current asset. ക്യാഷ് എന്ന് പറയാ അല്ല മക്കളെ എക്സ്പെൻഡിച്ചർ നമ്മളെ ബിസിനസ്സിൽ എന്ത് സംഭവിക്കുക എക്കണോമിക് ബെനിഫിറ്റ് കൂടാണോ ചെയ്യുക കുറയാണോ ചെയ്യുക Correct. എക്കണോമിക് ബെനിഫിറ്റ് എന്താവും എക്സ്പെൻസ് വരുമ്പോ ബിസിനസ്സിലെ എക്കണോമിക് ബെനിഫിറ്റ് എന്താവടാ പറടാ എക്കണോമിക് മക്കളെ കുറയൂലേ Yes. രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാടാ Capital expenditure. Revenue expenditure. ഓക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട് Revenue expenditure. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാല് Non-current asset. നോൺ കറണ്ട് അസറ്റ് പെർച്ചേസ് ചെയ്യുന്ന നമ്മൾ എന്താ പറയാ Capital expenditure. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം നോൺ കറണ്ട് അസറ്റ് പെർച്ചേസ് ചെയ്യുന്ന നമ്മൾ എന്താ പറയാ Capital ക്യാപിറ്റൽ expenditure. എക്സ്പെൻഡിച്ചർ. അപ്പൊ എന്താ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാല് ഒരു ബിസിനസ് റൺ ചെയ്യാൻ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വരുന്ന കോസ്റ്റ് ആണ് നമ്മൾ എന്താ പറയടാ റവന്യൂ എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ മക്കൾ എന്താ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒന്നുകൂടി ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ വരുന്ന ചെലവിനാണ് നമ്മൾ എന്താ പറയാ Capital ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആസ് പെർ നമുക്ക് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തും പറയാം ഈസ് ആൻ അസറ്റ് റൈറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് എന്തെന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അസറ്റ് ആണ്. ഒരു അസറ്റ് തന്നെയാണ്. അപ്പൊ എന്താ റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞാല് ബിസിനസ്സിൽ ഡേ ടു ഡേ നടക്കുന്ന ചെലവിനൊക്കെ നമ്മൾ എന്താ പറയാ ഡേ ടു ഡേ ഡെയിലി എന്താ പറയാ റവന്യൂ നമുക്ക് ഇൻകം രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻകം നമ്മുടെ ബിസിനസ്സിൽ എക്കണോമിക് ബെനിഫിറ്റ് കൂടുകയാണ് ചെയ്യുക കുറയാണോ ചെയ്യുക ബെനിഫിറ്റുകൾ ഇൻകം വരുമാനം വരുമ്പോൾ കൂടും അല്ലെ. അപ്പൊ എക്കണോമിക് ബെനിഫിറ്റ് കൂടുന്ന സംഭവമാണ് ഇൻകം. രണ്ട് ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്. ക്യാപിറ്റൽ ഇൻകം ഉണ്ട്. റവന്യൂ ക്യാപിറ്റൽ ഇൻകം എന്ന് പറഞ്ഞാല് non-current asset സെയിൽ ചെയ്യുമ്പോൾ ഓക്കെ നോൺ സെയിൽ ചെയ്യുമ്പോ വരുന്ന ഇൻകത്തിനാണ് നമ്മൾ എന്ത് പറയാ Capital income. അതായത് ഒന്നുകൂടി പറയാ നോൺ കറന്റ് അസറ്റ് സെയിൽ ചെയ്യുമ്പോ കിട്ടുന്ന ഇൻകത്തിനാണ് നമ്മൾ എന്ത് പറയാ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയാം. അപ്പൊ എന്താ റവന്യൂ ഇൻകം എന്താ ഡേ ടു ഡേ ബിസിനസ്സിന് വേണ്ട ഡേ ടു ഡേ ബിസിനസ്സിൽ വരുന്ന വരുമാനത്തിന് ഇൻകത്തിനാണ് നമ്മൾ എന്ത് പറയടാ Revenue income. റവന്യൂ ഇൻകം. എന്താ മക്കളെ പറയാ റവന്യൂ. ഇൻകം. ഇതൊരു ക്ലിയർ ആണോ? പറഞ്ഞെല്ലാം ക്ലിയർ ആണോ? Yes. ഓക്കെ. ലൈബിലിറ്റി എന്ന് പറഞ്ഞ മക്കളെ എന്ത് ഒബ്ലിഗേഷൻ പറയാം? ഞാൻ പറഞ്ഞ വേർഡ്സ് പറയാം. ലൈബിലിറ്റി ഈസ് എന്ത് ഒബ്ലിഗേഷനാ? Present obligation. എന്ത് കാരണം വന്നതാണ് From past events. തെറ്റാണ് പറയണെങ്കിൽ ഞാൻ ബാങ്കിൽ പോയി ലോൺ എടുത്തു. ഇറ്റ് എ പാസ്റ്റ് ഇവന്റ് നടന്ന കാര്യം പാസ്റ്റ് ഇവന്റ്. അത് കാരണം ഇപ്പൊ എനിക്ക് എന്ത് ഇനി മുതൽ എന്തുണ്ട് പ്രസന്റ്ലി ഇപ്പൊ എന്തുണ്ട് എനിക്കൊരു Present ഒബ്ലിഗേഷൻ ഉണ്ട്. ഇത് സെറ്റിൽമെന്റ് ചെയ്യുമ്പോ തിരിച്ചടക്കുമ്പോ എന്റെ ബിസിനസ് എന്ത് സംഭവിക്കും? എക്കണോമിക് ബെനിഫിറ്റ് outflow. രണ്ട് ടൈപ്പ് ഓഫ് ലൈബിലിറ്റി ഉണ്ട്. നോൺ കറണ്ടും ഉണ്ട്. Current എന്താണ് നോൺ കറന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ more than 1 year. മോർ ദാൻ 1 ഇയറിന് ശേഷം തിരിച്ചടക്കുന്ന ലൈബിലിറ്റിക്കൊക്കെ നമ്മൾ എന്താ പറയാ Non-current Non-current liability. liability. നോൺ കറന്റ് ലൈബിലിറ്റി. വിത്തിൻ 1 ഇയർ തിരിച്ചടക്കുന്ന ലൈബിലിറ്റിക്കൊക്കെ എന്താ പറയാ Current liability. liability. കറന്റ് ലൈബിലിറ്റി. ഓക്കെ ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? Yes. നമുക്ക് അടുത്ത എലമെന്റ് പഠിക്കാം മക്കളെ. ക്യാപിറ്റൽ. എന്താ ക്യാപിറ്റൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയാ മക്കളെ? ബിസിനസ്സിലേക്ക് ഓണർ എന്ത് ഫണ്ട് കൊടുത്താലും നമ്മൾ എന്താ പറയാ ക്യാപിറ്റൽ. ഓണർ കുറച്ച് ഫണ്ട് ബിസിനസ്സിലേക്ക് കൊടുന്നു. ഒരു കാര്യം പറയട്ടെ, ഈ കൺസെപ്റ്റ് വരാനുള്ള കാരണം എന്താ അറിയോ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയാം. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പണ്ട് പഠിച്ച് നിങ്ങൾ പഠിച്ചു തോന്നുന്നു. ബികോമിനെ പഠിച്ച എന്താ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറഞ്ഞാല് ബിസിനസ് വേറെയാണ് സെപ്പറേറ്റ് ആണ്. ബിസിനസ് വേറെയാണ് ഓണർ വേറെ വേറെയാണ്. ബിസിനസ് വേറെയാണ് ഓണർ ബിസിനസ് വേറെയാണ് ഓണർ Where അപ്പൊ ബിസിനസ് ഒരു കാര്യമാണ് മക്കൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ട കാര്യം. ബിസിനസ് വേറെയാണ് ഓണർ വേറെ. അതായത് നമ്മൾ ആര് അക്കൗണ്ടൻസ് ആണ്? ഓണർ പറഞ്ഞ അക്കൗണ്ടന്റ് ആണ്, ബിസിനസ് പറഞ്ഞ അക്കൗണ്ടന്റ് നമ്മൾ ആര് അക്കൗണ്ടന്റ് ആണ്? നിങ്ങൾ ആര് അക്കൗണ്ടന്റ് ആണ്? ബിസിനസിന്റെ ആര് അക്കൗണ്ടന്റ് ആണ്? ബിസിനസ്. ബിസിനസ്സിലേക്ക് നമ്മൾ എപ്പോഴും ആരെങ്കിലും ചിന്തിക്കണ്ടേ ബിസിനസിന്റെ. നമ്മൾ ആരെങ്കിലും ചിന്തിക്കേണ്ടത് ബിസിനസ്സിന് ഒരാൾ പൈസ കൊടുത്താൽ നമുക്ക് എന്താണ് ആക്ച്വലി ക്യാപിറ്റൽ ആണ്. ബിസിനസ്സിലേക്ക് ഒരാൾ പൈസ കൊണ്ടുവരാണെങ്കിൽ മക്കളെ എന്താ പറയുക ക്യാപിറ്റൽ ആണ്. ഒരാൾ ബിസിനസ്സിലേക്ക് ഓണർ പൈസ കൊണ്ടുവരാണെങ്കിൽ
നമ്മളെ ബിസിനസിന്റെ അക്കൗണ്ട് നമ്മൾ എന്തായിട്ട് റെക്കോർഡ് ചെയ്യും? ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് ഓണർ പൈസ കൊണ്ടുവരുന്നതിന് എന്താ പറയാ? ക്യാപിറ്റൽ. ഇപ്പൊ എന്താ ഡ്രോയിങ്സ് പറഞ്ഞാല്? ഓണേഴ്സ് വിഡ്രോ ചെയ്തു. ഓണേഴ്സ് വിഡ്രോ ചെയ്യുന്നതിനാണ് എന്താ പറയാ? അതായത് ബിസിനസ് ഓണർ വന്ന് എന്ത് പൈസ വിഡ്രോ ചെയ്ത് പോയാലും നമ്മൾ എന്തായാലും പറയാ? ഡ്രോയിങ്സ്. ഓണർ ബിസിനസ്സിൽ എന്ത് പൈസ ഇൻവെസ്റ്റ് നിങ്ങൾ എന്താ പറയാ? ക്യാപിറ്റൽ. ഓണർ ബിസിനസ് എന്ത് പൈസ കൊണ്ടുപോയി നിങ്ങൾ എന്താ പറയാ? ഡ്രോയിങ്സ്. അല്ല മക്കളെ ഒന്നുകൂടെ പറയാം. ഓണർ നമ്മൾ എപ്പോഴും ബിസിനസ്സിൽ ചിന്തിക്കുക, ബിസിനസ്സിന് ഓണർ പൈസ കൊണ്ടുപോയാൽ ഡ്രോയിങ്സ് ആയിട്ട് അക്കൗണ്ട് ചെയ്യും. ഇനി ഓണർ ബിസിനസ്സിൽ പൈസ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അതിന്റെ അക്കൗണ്ട് ചെയ്യും, ക്യാപിറ്റൽ ആയിട്ട് അക്കൗണ്ട് ചെയ്യും. ഇതൊരു ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഇതൊക്കെ അറിയോ? അക്രൂവൽ കൺസെപ്റ്റ് ഒക്കെ അറിയോ? ആ ബേസിക്സ് ആണ്, അറിയില്ലേ? ഒന്ന് എടുക്കണോ? ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം അല്ലെ, ചുമ്മാ ഒന്ന് പറയാം. ഓക്കെ, പക്കാ ബേസിക്സ് ആണ്, പ്ലസ് 1 പ്ലസ് 2 പഠിച്ചതാണ്. ഗോയിങ് കൺസേൺ അസംഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ഇയേഴ്സിലേക്ക് കമ്പനി, അത് നെക്സ്റ്റ് 12 മന്ത്സിന് കമ്പനി ഓപ്പറേറ്റ് ചെയ്യും എന്നൊരു അസംഷൻ പ്രകാരമാണ് നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആണെങ്കിൽ ആ കമ്പനിയുടെ ഫിനാൻസിന്റെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ എന്തായിരിക്കണം? ഈ കമ്പനി നെക്സ്റ്റ് ഇയർ കൂടി എക്സിസ്റ്റഡ് ആവും എന്നൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി മക്കളെ അക്രൂവൽ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രൂവൽ ബേസിക്സ് പറഞ്ഞാൽ അക്രൂവൽ കൺസിഡർ എന്താണ്? നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസ് ആയാലും, ഒരു ഗുഡ്സ് വിറ്റു, സെയിൽ ചെയ്തു, ഒരു ഗുഡ്സ് സെയിൽ ചെയ്തു, ക്യാഷിനല്ല ക്രെഡിറ്റ്, നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യാതിരിക്കുവോ? ക്രെഡിറ്റ് ആണെന്നാണ് റെക്കോർഡ് ചെയ്യാതിരിക്കുവോ? റെക്കോർഡ് ചെയ്യാതിരിക്കുവോ? റെക്കോർഡ് ചെയ്യൂലേ? ഒരു കാര്യം പറയട്ടെ, നമ്മളെ ചോക്ലേറ്റ് കമ്പനിയിൽ ഒരു 10,000 രൂപയുടെ ചോക്ലേറ്റ് നമ്മൾ കടത്തിന് സെയിൽ ചെയ്തു. അപ്പൊ നിങ്ങൾ പറയാണ് ആ ക്യാഷ് കിട്ടിയിട്ട് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം? അങ്ങനെ നിങ്ങൾ ചെയ്യാറ് ആണോ? നിങ്ങൾ എന്ത് ചെയ്യും? ആ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം എന്ത് ചെയ്യണം? ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും. അവിടെ ഇനി ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിലും ക്യാഷ് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ക്യാഷ് കിട്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യും. ക്രെഡിറ്റ് സെയിൽ ആയിട്ട് റെക്കോർഡ്. അക്രൂവൽ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ FS ഉണ്ടാക്കുമ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം റെക്കോർഡ് ചെയ്യണം. നമുക്കുള്ള ഒരു കാര്യം പറയട്ടെ, ശരിക്കും നിങ്ങൾക്ക് 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെ അറിയോ? നിങ്ങൾ ബികോമിൽ എന്താ പഠിച്ചത്? നിങ്ങൾ ബികോമില് ബാലൻസ് ഷീറ്റും പിയാനല്ലോ അല്ലെ? ഇതിലെ ഇവിടെ ബികോമിൽ പഠിച്ചത് സെയിം അതേ FS തന്നെയാണ് നിങ്ങളും പഠിക്കുന്നത്. പക്ഷെ പേര് ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മളെ ഫിനാൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് മക്കളെ? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ഒരു കാര്യം പറയട്ടെ, ഇത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക? ഇത് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്തിനാണ്? ഇത് എന്തിനാ പ്രിപ്പയർ ചെയ്യാം? കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ മക്കളെ ഒരു കാര്യം ഞാൻ വെറുതെ പറഞ്ഞാട്ടാ, ശരിക്കും പറയട്ടെ, നമ്മളെ കമ്പനിയിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. എങ്ങനെ റെക്കോർഡ് ചെയ്യുക? ബൈ ത്രൂ ജേർണൽ. പിന്നെ ഇതിലേക്ക് മാറ്റും, അനലൈസ് ചെയ്യാൻ ഇതിലേക്ക് മാറ്റും. പിന്നെ മക്കളെ ഇതിലേക്ക് മാറ്റണം, ഇതിലേക്ക് മാറ്റണം. ബാലൻസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അന്ന് ലോജിക്ക് കത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ പറഞ്ഞാൽ എന്താണ് മക്കളെ? ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയുന്ന വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ? ശരിക്കും പറയട്ടെ മക്കളെ, റിയാലിറ്റി എന്താ പറയുക? നമുക്ക് കമ്പനിയിൽ നമ്മൾ 2 ഫിനാൻസിന് പ്രിപ്പയർ ചെയ്യണം. ഏതൊക്കെ? 2 എണ്ണം പ്രിപ്പയർ ചെയ്യണം. ഏതൊക്കെ ഉണ്ട്? 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ
Loss. loss account. Statement of profit or loss, Loss. statement of profit or loss, ഇത് മക്കൾ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത് അറിയോ? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനാണ്? ഇവിടെ നിങ്ങള് മക്കളെ കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ലോസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ഏതൊക്കെ മക്കളെ? ഏത് എലമെന്റ്സ് യൂസ് ചെയ്യണ്ട? ഇൻകം എക്സ്പെൻസും. ഏതാ യൂസ് ചെയ്യുക മക്കളെ? ഇൻകം എക്സ്പെൻസും. ഏതാ യൂസ് ചെയ്യുക? ഇൻകം എക്സ്പെൻസും. ഇൻകം എക്സ്പെൻസും. അപ്പൊ ഒരു കാര്യം ചോദിക്കും, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇൻകം എക്സ്പെൻസും ആണ് നമ്മളോട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക അല്ലെ? ഒരു കാര്യം, ഒരു ബിസിനസ്സിൽ ഇൻകം നന്നായിട്ട് കൂടി ചെറിയ എക്സ്പെൻസ് ഉള്ളു, കമ്പനി എന്തായിരിക്കും? പ്രോഫിറ്റ്. കമ്പനി ഭയങ്കര വരുമാനം, ഇൻകം ഭയങ്കര കൂടുതലാ, എക്സ്പെൻസ് കുറവാ, അപ്പൊ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും അല്ല? പ്രോഫിറ്റ് അല്ലേ? ഭയങ്കര ഈ കമ്പനിയിൽ ഈ വർഷം വലിയ എമൗണ്ട് ഇൻകം ഉണ്ട്, കുറച്ച് എക്സ്പെൻസ് ഉള്ളൂ, കമ്പനി ഡെഫിനറ്റ്ലി എന്തായിരിക്കും? പ്രോഫിറ്റ്. മക്കളെ ഈ കമ്പനിയിൽ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടിയടാ, ഭയങ്കര ചെലവാ, കുറച്ച് ഇൻകം ഉള്ളു, അപ്പൊ എന്തായിരിക്കും? എന്തായിരിക്കും? ലോസ് ആയിരിക്കും. മക്കളെ എക്സ്പെൻസ് ഒരുപാട് കൂടി കുറച്ച് ഇൻകം ഉള്ളു, ചെറിയ വരുമാനം ഉള്ളു, അപ്പൊ എന്തായിരിക്കും? കമ്പനി ലോസ് ആയിരിക്കും. എന്തായിരിക്കടാ? നമുക്ക് മനസ്സിലായി എന്തിനാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉണ്ടാക്കുന്നത്? കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ആ വർഷം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് മക്കളെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ മക്കളെ വരുന്നത്? എങ്ങനെ വരുന്നടാ? എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക? ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് യൂസ് ചെയ്യാം? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. അതായത് മക്കളെ അപ്പൊ എന്തിനാ ഈ ഫിനാൻഷ്യൽ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് നിങ്ങൾ പറഞ്ഞു പ്രോഫിറ്റ് ആണ് ലോസ് ആണ്, ഇത് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? കമ്പനിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻസ് അറിയണം, കമ്പനിന്റെ വർത്ത്, കമ്പനി എത്രത്തോളം സ്ട്രോങ് ആണ്, എഫിഷ്യന്റ് ആണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? അസറ്റ് ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, അല്ലടാ? അതായത് അസറ്റ് എന്ന് പറഞ്ഞ മക്കളെ ഇത് അപ്പൊ ഈ ബാങ്കിൽ നിന്ന് ലോൺ തരണമെങ്കിൽ ഏതാണ് FS ആയിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക? ഏത് ഫിനാൻസിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക? ബാങ്കർ ലോൺ തരണമെങ്കിൽ, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ ഏത് ഫിനാൻസിന് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക? അവർ SOPL ആണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആണോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ? വൈ? കാരണം അതിലാണ് അസറ്റ് അല്ലെ? അസറ്റ് ബേസ്ഡ് ആണ് ബാങ്കിൽ നിന്ന് എന്ത് തരുള്ളൂ? ലോൺ തരും. അപ്പൊ മക്കളൊരു കാര്യം പറയട്ടെ, ലാസ്റ്റ് ആയിട്ട് പറയാണ്, റിയാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് FS ഉണ്ടാക്കാൻ, രണ്ട് ഫിനാൻഷ്യൽ പ്രിപ്പയർ ചെയ്യേണ്ട. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഏതൊക്കെ വെച്ചിട്ടാണ്? ആ വർഷത്തെ കമ്പനി ഇൻകം. നമുക്ക് വരുന്ന അടുത്ത ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, കമ്പനിന്റെ വർത്ത് അറിയണം. ഇത് നമ്മൾ നോക്കുന്ന കമ്പനിന്റെ അസറ്റും ലയബിലിറ്റിയും കമ്പനിന്റെ ക്യാപിറ്റൽ. ഇത് മൂന്ന് ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് പ്രിപ്പയർ. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് ജേർണൽ. നമുക്ക് ജേർണൽ എഴുതാൻ അറിയോ? അറിയില്ലേ? മറന്നോ? അറിയാം. എന്നാലും ചുമ്മാ ഒന്ന് റീക്യാപ്പ് ചെയ്യാലേ, പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാലേ. ഇനിയിപ്പോ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. എങ്ങനെ ജേർണൽ ചെയ്ത മക്കളെ? എങ്ങനെ ജേർണൽ ചെയ്ത? അസറ്റ് എക്സ്പെൻസ് ഡ്രോയിങ്സ് കൂടുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കുറയുമ്പോഴോ ക്രെഡിറ്റ് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ കൂടുമ്പോ എന്താ ചെയ്യണം? എല്ലാ ചാറ്റ് എനിക്ക് പറഞ്ഞ ഒരു ബിസിനസ്സിൽ ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ കൂടുന്നു, എന്താ ചെയ്യേണ്ടത്? ചാറ്റ് ബോക്സിൽ എല്ലാരും എനിക്ക് പറഞ്ഞ, ചാറ്റ് ബോക്സിൽ പറഞ്ഞ ഒരു കമ്പനി ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ കൂടുമ്പോ എന്താണ് ചെയ്യേണ്ടത്? നല്ല ആൾക്കാരായിട്ട് നിങ്ങള്. ജേർണലും കൂടി അറിയില്ലടോ മക്കളെ, എന്താടോ? എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം.
ഒരു കമ്പനിയിൽ നമ്മൾ എപ്പോഴും ബിസിനസ്സിൽ ചിന്തിക്കുക. ഓക്കെ, ഒരു ബിസിനസ്സിൽ ഓക്കെ മക്കളിവിടെ നോക്കിട്ടോ. ആക്ച്വലി നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല്, ഒരു ബിസിനസ്സിൽ ആസറ്റ് കൂടുക എന്ന് എന്താണ്? ആസറ്റ് കൂടുന്ന കൈസ് മക്കൾ പറഞ്ഞ എപ്പോഴൊക്കെ ആസറ്റ് കൂടുക പറ, എപ്പോഴൊക്കെ ആസറ്റ് കൂടുക ബിസിനസ്സിൽ പറ. മെഷീനറി വാങ്ങുമ്പോ, ലാൻഡ് വാങ്ങുമ്പോ, ബിൽഡിംഗ് വാങ്ങിക്കുമ്പോ, ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോ, എന്ത് കിട്ടുമ്പോ? ക്യാഷ് കിട്ടുമ്പോ. അങ്ങനെ ഒരുപാട് വേല് കമ്പനീസിന് എന്ത് കൂടൂടാ? അസറ്റ് കൂടുമ്പോ എന്ത് ചെയ്യണം നമ്മള്? അസറ്റ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എപ്പോഴാണ് അസറ്റ് കുറയുക മക്കളെ? അസറ്റ് എപ്പോഴെപ്പോഴും കുറയുമെന്ന് പറ. എപ്പോഴാണ് അസറ്റ് കുറയുന്നത് എപ്പോഴാണ്? സെയിൽ ചെയ്യുമ്പോ, വാല്യൂ ഇല്ലാവുമ്പോ. ഓക്കെ, അതായത് നമ്മുടെ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ മെഷീനറി സെയിൽ ചെയ്യുമ്പോൾ അസറ്റ് എന്താവും? ഡെഫിനറ്റ്ലി കുറയും. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ബിസിനസ് എന്ത് കുറയും? ക്യാഷ് എന്നൊരു അസറ്റ് കുറയും. അപ്പൊ അങ്ങനെ ഒരു അസറ്റ് കൂടുമ്പോ എപ്പോഴും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എല്ലാരും പറഞ്ഞ അസറ്റ് കൂടുമ്പോ ഡെബിറ്റ് ചെയ്യണം, കുറയുമ്പോ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കൂടുമ്പോ പറയുമ്പോ ഓക്കെ, അസറ്റ് കൂടുമ്പോ ഡെബിറ്റ് ചെയ്യണം, കുറയുമ്പോ അതേ കൺസെപ്റ്റ് ആണ് എക്സ്പെൻസിനും. ഒരു ബിസിനസ് റെന്റ് കൊടുത്തു, എന്ത് കൂടി? എക്സ്പെൻസ് കൂടി, ഡെബിറ്റ് ചെയ്യണം. വാട്ടർ ബില്ല് കൊടുത്തു, വാട്ടർ ബില്ല് പേ ചെയ്തു, എന്ത് കൂടി? എക്സ്പെൻസ് കൂടി, ഡെബിറ്റ് ചെയ്തു. സാലറി കൊടുത്തു, എക്സ്പെൻസ് കൂടി, ഡെബിറ്റ് ചെയ്യണം. ഗുഡ്സ് പർച്ചേസ് ചെയ്തു, നമ്മള് റോ മെറ്റീരിയൽസ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, എക്സ്പെൻസ് കൂടി. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ കൊടുത്തു, അപ്പൊ എക്സ്പെൻസ് കുറഞ്ഞു, എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഞാനൊരു റമീസ്, ഹലോ റമീസ്, ക്ലാസ്സിലില്ലേ? ക്ലാസ്സിലില്ലേ ഇപ്പൊ? ആക്ച്വലി ഓക്കെ. അപ്പൊ അസറ്റ് എക്സ്പെൻസ് ഡ്രോയിങ്സ് മക്കളെ, അസറ്റ് എക്സ്പെൻസ് കൂടുമ്പോ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. കുറയുമ്പോടാ മക്കളെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബിസിനസ് ഡ്രോയിങ്സ് കൂടിയാലോ? അതായത് ഓണർ വന്നിട്ട് മക്കളെ പൈസ വിഡ്രോ ചെയ്തടാ. അപ്പൊ ഡ്രോയിങ്സ് കൂടിയില്ലേ, ഓണർ വന്നിട്ട് ബിസിനസിന് പൈസ വിഡ്രോ ചെയ്ത് പോയി. അപ്പൊ എന്ത് കൂടി അവിടെ? ഡ്രോയിങ്സ് കൂടി. ഡ്രോയിങ്സ് കൂടുമ്പോ എന്താ ചെയ്യണ്ടേ? പറടാ, എല്ലാരും പറ. ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്ത കേസ് മക്കളെ, അതായത് എടാ ഞാൻ ബിസിനസ് ബാങ്കിൽ പോയി ലോൺ എടുത്തടാ, അപ്പൊ എന്ത് കൂടി മോനെ? ലൈബിലിറ്റി കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? പറടാ, നോക്കി പറടാ. ലൈബിലിറ്റി കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ലൈബിലിറ്റി കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ലൈബിലിറ്റി നമുക്ക് ലോൺ ഉണ്ടായി, തിരിച്ച് റീപേ ചെയ്തു, അപ്പൊ എന്ത് ചെയ്യണം? ലൈബിലിറ്റി കുറഞ്ഞു, എന്ത് ചെയ്യണം? മക്കളെ മനസ്സിലായടാ? ഞാൻ ബാങ്കിൽ പോയി ലോൺ എടുത്തു, നിങ്ങൾ എന്താ ചെയ്യാ? ലൈബിലിറ്റി എന്താ ചെയ്യാ? ക്രെഡിറ്റ് ചെയ്യും. കാരണം ലൈബിലിറ്റി കൂടി ക്രെഡിറ്റ് ചെയ്യും. ഞാൻ ആ ലോൺ മക്കളെ തിരിച്ചടച്ചടാ. ബിസിനസ്സിൽ ഇപ്പൊ ലൈബിലിറ്റി എന്താടാ? ലൈബിലിറ്റി എന്തായി പറടാ? കുറഞ്ഞു. എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ മക്കളെ, അടുത്തത് എടാ ഞാനെടാ ഈ വർഷം എടാ കുറെ ഗുഡ്സ് വിറ്റടാ, സെയിൽ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കൂടി? ബിസിനസ്സില് എന്ത് കൂടി? ഇൻകം കൂടി. ഇൻകം കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം കൂടുമ്പോ എന്ത് ചെയ്യണം? ഇൻകം കൂടുമ്പോ എന്ത് ചെയ്യണം? ഞാൻ കാര്യം പറയാ, ഞാൻ ഗുഡ്സ് വിറ്റുടാ, എനിക്ക് എന്താണ് പറയാ? എന്താണ് ഒരു ഗുഡ്സ് വിറ്റു ബിസിനസ്? ഇൻകം കൂടി, ക്രെഡിറ്റ് ചെയ്യണം. മക്കളൊരു കാര്യം കേൾക്കണടാ, ഞാൻ വിറ്റ ഗുഡ്സ് തിരിച്ചു തന്നടാ. വിറ്റ ഗുഡ്സ് അവർക്ക് തിരിച്ചു തന്നു, എനിക്ക് റിട്ടേൺ തന്നു. അപ്പൊ എന്തായിരിക്കും? ഇൻകം കുറഞ്ഞു, ഡെബിറ്റ് ചെയ്യണം. ഇൻകം കുറഞ്ഞു, ഡെബിറ്റ് ചെയ്യണം.
എടാ ഓണർ ഇല്ലേ മക്കളെ, ഓണർ ബിസിനസ് നിന്ന് കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, എന്താ കൂടിക്കണമെന്ന് പറഞ്ഞുതരുമോ? ക്യാപിറ്റൽ കൂടി എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കൂടി എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കൂടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതൊക്കെ ക്ലിയർ ആണോ? പക്കയാണോ? എടോ ഇതൊക്കെ ജേർണൽ എൻട്രീസാ, +1 +2 പഠിച്ചതാ, നിങ്ങള് മറന്നോ അതൊക്കെ? ഇത് വേറെ ഒന്നും പറയരുത്, എന്നോട് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, ഭയങ്കര മോശമാണ്. വർക്ക്ഔട്ട് ചെയ്യല്ലേ, വർക്ക്ഔട്ട് ചെയ്യല്ലേ, റെഡി ആണോ? മക്കളെ ഇപ്പൊ ജേർണൽ എഴുതാൻ പഠിക്കല്ലേ, ജേർണൽ എഴുതാൻ പഠിക്കല്ലേ, റെഡി ആണോ? ഓക്കെ, നോക്കട്ടെ മക്കളെ, വാ. കമ്പനിക്ക് ഫോളോ ഇത്രയും ട്രാൻസാക്ഷൻസ് ഉണ്ട്. അത് ഫസ്റ്റ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ മക്കളെ? അക്കൗണ്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ ട്രാൻസാക്ഷൻ ഒക്കെ എന്ത് ചെയ്യണം? എങ്ങനെ റെക്കോർഡ് ചെയ്യാ? അക്കൗണ്ടൻസ് ബൈ ത്രൂ ജേർണൽ. ഓക്കെ മക്കളെ, കുറച്ച് ട്രാൻസാക്ഷൻ പറഞ്ഞുതരാം. A company purchase a machine for cash at $20,000. ഒരു കാര്യം പറയട്ടെ മക്കളെ, ഏത് ട്രാൻസാക്ഷൻ ആയാലും അവിടെ 2 എലമെന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു അസറ്റും ലയബിലിറ്റി ആയിരിക്കും, ചിലപ്പോൾ രണ്ടും തന്നെ ആയിരിക്കും, അസറ്റിനായിരിക്കും, ചിലപ്പോൾ ഒരു അസറ്റും ഇൻകം ആയിരിക്കും, ചിലപ്പോൾ ഒരു അസറ്റും ക്യാപിറ്റലും ആയിരിക്കും, ചിലപ്പോൾ ഒരു ലയബിലിറ്റിയും ഇൻകം ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും 2 എന്തുണ്ടാവും? 2 എന്തെങ്കിലും ഉണ്ടാവും, 2 എലമെന്റ്സ് ഉണ്ടാവും, 2 ചിലപ്പോ മേ ബി എന്തായിരിക്കും? 2 എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. 2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തായാലും ഒരു ട്രാൻസാക്ഷനിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഇതിൽ ഏതൊക്കെ എലമെന്റ്സ് എന്ന് പറയാം മക്കളെ? പറ, ഏതൊക്കെ എലമെന്റ്സ് എന്ന് പറ. ഏതാണ്? മെഷീനോ? ഓക്കെ, മെഷീൻ എന്താ എലമെന്റ് എന്ന് പറഞ്ഞു തരുമോ? പിന്നെ ഏത് എലമെന്റ് മക്കളെ പറ? ക്യാഷ്. ഇത് എന്ത് എലമെന്റാ? അപ്പൊ ഇവിടെ 2 എലമെന്റ് എന്താണ്? സെയിം ആണ്. 2 എന്താണ് ആക്ച്വലി? അസറ്റ് ആണ് അല്ലെ മക്കളെ? ഈ മെഷീൻ എന്ന അസറ്റ് എന്താ ബിസിനസ്സിൽ കൂടിക്കാണോ കുറഞ്ഞിക്കാണോ? അപ്പൊ കൂടുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ക്യാഷ് എന്ന അസറ്റ് എന്താ സംഭവിച്ചിരിക്കണേ? ക്യാഷ് എന്ന് സംഭവിച്ചിരിക്കണേ, ക്യാഷ് എന്ന അസറ്റ് എന്താ സംഭവിച്ചിരിക്കണ? കുറഞ്ഞപ്പോ എന്ത് ചെയ്യണം? നിങ്ങൾ പണ്ട് പഠിച്ചത് ജേർണൽ എഴുതണം ഇങ്ങനെ മക്കളെ, ഡെബിറ്റ് മെഷീൻ, ചുമ്മാ അങ്ങനെ എഴുതിയാൽ മതി. ക്രെഡിറ്റ് ക്യാഷ്. എത്ര? 20,000. നിങ്ങൾ എങ്ങനെ പഠിച്ചിങ്ങനെ? മെഷീൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, അങ്ങനെ എഴുതിയാൽ മതി. എന്ത്? ഡെബിറ്റ് മെഷീൻ ക്രെഡിറ്റ് ക്യാഷ് 20,000. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം പറയട്ടെ മക്കളെ, അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യൂല? ഏതൊക്കെ എലമെന്റ്സ് പറ? ലോൺ എന്ത് എലമെന്റ് ഒന്ന് പറഞ്ഞോ, അതുകൂടി പറഞ്ഞോ. കുറഞ്ഞിക്കാണോ? ലോൺ എടുക്കാന്നാണ് ലൈബിലിറ്റി എന്താ മക്കളെ? കൂടി. അപ്പൊ ലൈബിലിറ്റി കൂടുമ്പോ എന്ത് ചെയ്യണം? ക്യാഷിന് എന്താ സംഭവിച്ചത്? ക്യാഷ് എന്ന് സംഭവിച്ചത് വേണം. ക്യാഷ് എന്ന് സംഭവിച്ചത് അസറ്റ് ആണ്. എന്ത് സംഭവിച്ചു? കാരണം എന്താ? ലോൺ എടുക്കുമ്പോ ബിസിനസ് ക്യാഷ് വരില്ലല്ലോ. ലോൺ എടുക്കുമ്പോ ക്യാഷ് വരൂലേ?
Yes. മക്കളെ എന്താ ചാനലിന്റെ പേര് പറ. Cash account ബാങ്കില്. ഡെബിറ്റ് Debit ക്യാഷ് cash. Loan. സെറ്റാണോ? സെറ്റാണോ? Yes, sir. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എടുക്കട്ടെ മക്കളെ, അടുത്ത് എടുക്കട്ടെ. Yes. ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് പറ. Goods and cash. ഗുഡ്സ് പർച്ചേസ് എന്താണ്, എന്ത് എലമെന്റാ? Expense. എക്സ്പെൻസ് കൂടുമ്പോ എന്ത് ചെയ്യണ്ട? കൂടിക്കാണോ കുറഞ്ഞിക്കാണോ? Debit ചെയ്യണം. Debit ചെയ്യണം. കൂടി. ഡെബിറ്റ് ചെയ്യണം. പിന്നെ അടുത്ത എലമെന്റ് ഏതാ? Cash. ക്യാഷ് എന്താ സംഭവിച്ചത്? എന്ത് എലമെന്റാ? Credit. Credit. സെറ്റ് ആണ്. എന്താ സംഭവിച്ചത്? കൂടാണ് കുറേ ചെയ്തേ. കുറഞ്ഞു. അപ്പോ ഡെബിറ്റ് Purchases. Credit cash. Cash. ക്ലിയർ ആണോ? Yeah. ആണോ? Yes, sir. ഡൗട്ട് ഉണ്ടോ? No. ഡൗട്ട് ഉണ്ടോ? Yeah, sir. No. ഒരു നല്ലൊരു ഹാപ്പി ന്യൂസ് ഉണ്ടല്ലോ നമുക്കിപ്പോ, അറിയോ? ഇല്ല. ACCA എടുത്തു കഴിഞ്ഞാല് CMA ഇന്ത്യ അല്ലേ മക്കളെ? CMA ഇന്ത്യ റാങ്ക് അത് കിട്ടും, അത് കിട്ടും. എക്സംപ്റ്റഡ് ആയി. നമ്മളെ നരേന്ദ്രമോദി സൈൻ ചെയ്തു ഇപ്പൊ 2 days ബാക്ക്. ആ, കൊള്ളാം. നല്ല നല്ല അല്ലേ? ഭയങ്കര ഹാപ്പി ന്യൂസ് അല്ലേ? നമുക്ക് ACCA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CMA ഇന്ത്യ കിട്ടും. ഓക്കെ സാർ, അപ്പൊ രണ്ട് ഇതിന്റെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ കിട്ടുമല്ലേ സാർ? അതെ, കിട്ടും കിട്ടും. നല്ലൊരു മൂവ് ആണ് ശരിക്കും ACCAക്ക്. ഒരു ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ ആയി. ഇപ്പൊ ആകെ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടായത് എന്ത് ചെയ്യുന്നു? ടെൻഷൻ അല്ല, ഇന്ത്യയിൽ നമ്മള് എല്ലാരും പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ പഠിച്ച ടൈമിലൊക്കെ ആക്ച്വലി പറഞ്ഞു, എടാ ഇന്ത്യയിൽ എന്താ എനിക്ക് ജോലിയൊന്നും കിട്ടൂല. ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സ് മൊത്തം വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഈ ട്രിവാൻഡ്രത്തും ബാംഗ്ലൂരും. പിന്നെ എന്താ പറയുക, ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, ഇതിനെ കുറിച്ച് അറിയാത്തവരോട് സംസാരിക്കരുത്. ACCനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആരും സംസാരിക്കണം. ACC പഠിച്ച് പാസ്സായിട്ട് ജോലി ചെയ്യുന്നവരോട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് കറക്റ്റ് ഇത് അറിയാത്തവരോട് അത് സീനടാ, ACCA ആ പേരിന്റെ ഷോക്കാണ്, വെറുതെ ജോയിൻ ചെയ്യാൻ നിൽക്കണ്ട. CA ഒരിക്കലും നടക്കൂല കേട്ടോ, വെറുതെ ടാസ്ക് ആണ്, നെഗറ്റീവ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എപ്പോഴും ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ജോയിൻ ചെയ്യണം, ഇപ്പൊ നിങ്ങൾ ഏത് കോഴ്സ് ജോയിൻ ചെയ്യുക, അത് എക്സ്പീരിയൻസ് ആയ ആൾക്കാരോട് എന്ത് ചെയ്യുക, അത് എവിടെയാണ് അല്ലാതെ തേടി വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിനെ കുറിച്ച് വെറുതെ എന്തെങ്കിലും പറയണ നേരിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? പലതും പറയും. സാർ ACC എവിടെ പഠിച്ചത് സാർ? ഞാന് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചതാണ്. ഞാനിപ്പോ ആക്ച്വലി ഇന്ത്യൻ CA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ CA ഇന്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ACC ക്വാളിഫൈഡ് ആണ്. ACC ക്വാളിഫൈഡ് ആയിട്ട് ഒരു 1-2 years. ഞാൻ സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു 2 വർഷം ആയപ്പോഴത്തേക്ക് 9 പേപ്പർ കംപ്ലീറ്റ് ആയി. പിന്നെ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങി. 20th ഏജ്, 20 വയസ്സിലാണ് ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിയത്. അപ്പൊ തന്നെ എനിക്ക് നല്ലൊരു പ്രൊഫഷൻ കൈ കിട്ടി. അതാണ് എനിക്കൊരു ACC ബെനിഫിറ്റ് ആയി തോന്നിയിട്ടാ. പിന്നെ ടീച്ചിങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ CA ചുമ്മാ വെറുതെ ചെയ്യണ്ട, എന്തെങ്കിലും ചെയ്യണ്ടേ, ഇന്ത്യൻ CA ചെയ്യുന്നുണ്ട്. വെറുതെ പഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, എക്സാം എഴുതില്ല, എഴുതണം, ഇനി എഴുതണം. ഇപ്പൊ നടക്കുന്നുണ്ട്, പ്രശ്നം നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കുള്ള ഒരു കാര്യം ചെയ്തല്ല, അടുത്ത പ്രശ്നം ഇതില്ലേ. അപ്പൊ നമ്മൾ അടുത്ത കേസ് പറയാം മക്കളെ. ഓക്കെ, എ കമ്പനി പെയ്ഡ് എ റെന്റ് ഓഫ് 2000. മക്കളെ എന്ത് ചെയ്യേണ്ടി വരാ? പറ, ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട് പറ. റെന്റ് ഉണ്ട്, പിന്നെ ക്യാഷ്. അപ്പൊ റെന്റ് പറഞ്ഞാൽ എന്താ മക്കളെ? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്താണ്? എന്ത് എലമെന്റാ? കുറയുമ്പോ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഡെബിറ്റ് റെന്റ് 20,000. അപ്പൊ ഇതും പക്കയാണ്. ഇനി അടുത്ത കേസ് നമുക്ക് പറയുകയാണെങ്കിൽ
A company repaid the loan. മറ്റേ ലോൺ എടുക്കുന്നതാ 20,000 അല്ലേ? Repaid the loan of 20,000 by cash. അപ്പോ എന്താ മക്കളെ, ഇത് രണ്ട് എലമെന്റ് ഉണ്ട്. ഏതൊക്കെ മക്കളെ പറ? ലോണും ഉണ്ട്, ക്യാഷും. ക്യാഷ് ഉണ്ട്. ലോൺ എന്താ സംഭവിച്ചു മക്കളെ? ലയബിലിറ്റി ആണ്. എന്താ സംഭവിച്ചു പറ? കുറഞ്ഞു. ലയബിലിറ്റി, ലോൺ കിട്ടിയപ്പോ ലയബിലിറ്റി കുറഞ്ഞു. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷിന് എന്താ സംഭവിച്ചടാ? ക്യാഷും കുറഞ്ഞു. എന്ത് ചെയ്യണം? അപ്പൊ എന്താ വെച്ചാൽ ഡെബിറ്റ്, ലോൺ, ക്രെഡിറ്റ്, ക്യാഷ്. ക്യാഷ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ മക്കളെ? പക്കയല്ലേ? ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. A company sale goods for cash 10,000. എന്തൊക്കെ എലമെന്റ്സ് പറ? സെയിൽസ്. Cash accounted sales. ഓക്കെ, സെയിലും ഉണ്ട് മക്കളെ. പിന്നെ ഏതാണ് എലമെന്റ്? എലമെന്റ് ഏതാ? ക്യാഷ്. ക്യാഷ്. എന്ന് സംഭവിച്ചത് സെയിൽ എന്നാണ് എലമെന്റ്. എന്ന് സംഭവിച്ചത് എന്ത് എലമെന്റാ? ഇൻകം ആണ്. ഇൻകം കൂടുമ്പോ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന എന്ത് എലമെന്റാടാ? എന്ത് എലമെന്റാ? അസറ്റ്. അസറ്റ് കൂടുമ്പോ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണടാ? Debit ചെയ്യണം. അപ്പൊ എന്ത് വരിക? ഡെബിറ്റ്, Cash. ക്രെഡിറ്റ്, സെയിൽസ്. 10,000. സെറ്റാണോ? ആണോ? ഓക്കെ, അടുത്ത ജോണറി നോക്കടാ. എ കമ്പനി സെയിൽ ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് 10,000 ഇൻ ദ ജോണറി. ഇവിടെ ഏതൊക്കെ എലമെന്റ് പറ? ഏതൊക്കെ എലമെന്റ് മക്കൾ പറ? സെയിൽസ് ഉണ്ട്. സെയിൽസ് ഉണ്ട്. സെയിൽസ് എന്ത് എലമെന്റ് അത് പറ? അത് കംപ്ലീറ്റ് പോവാം. ഇൻകം ആണ്. ഇൻകം കൂടുമ്പോ ക്രെഡിറ്റ്. മക്കളെ എലമെന്റ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് ആണ്. അപ്പൊ എന്താ എലമെന്റ് ആണ്? ക്രെഡിറ്റ്. എന്താണ്? എന്ത് എലമെന്റാ? Liability. ലയബിലിറ്റി ആണോ? ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ പൈസ തിരിച്ചു കൊടുക്കണം. ആരെങ്കിലും കൊടുക്കണം. ഗുഡ്സ് വിൽക്കുമ്പോ മക്കളെ പറ, എന്തായിരിക്കും? പറടാ മക്കളെ പറ, എന്തായിരിക്കും? അസറ്റ്. ഞാൻ ഗുഡ്സ് വിറ്റു. എന്തിനാണ്? കടത്തിന് അല്ലെ? ക്രെഡിറ്റിനല്ല, ക്യാഷിനല്ല, കടത്തിന് വിറ്റു. അപ്പൊ സെയിൽ കൂടി, ഇന്നും കൂടി എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. കടത്തിന് വിൽക്കുകയാണെങ്കിൽ ഇവര് ഭാവിയിൽ പൈസ തരുമോ? ഭാവിയിൽ പൈസ തരുമോ? എന്താ പറയാ? കൂടി മക്കളെ. ഇത് കൂടിയ കുറഞ്ഞോ? ഇത് കൂടി അല്ല? മക്കളെ ഇത് നല്ല നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പല്ല. ഓക്കെ മക്കളെ, ഒരു കാര്യം കേട്ടോ മക്കളെ. എന്താണ് കടത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ്? നമുക്ക് ഭാവിയിൽ പൈസ കിട്ടും. അതിനെന്താ പറയാ? ട്രേഡ് റിസീവബിൾ. എന്താ പറയാ? ട്രേഡ് റിസീവബിൾ. ട്രേഡ് റിസീവബിൾ. റിസീവ്സ് കൂടുമ്പോ എന്തായാലും പറയാം മക്കളെ? എന്താ സംഭവം? അസറ്റ് ആണ്. കൂടുമ്പോ എന്ത് ചെയ്യണം? ഡെബിറ്റ്. അപ്പൊ എന്താണ്? ഡെബിറ്റ്, ട്രേഡ് റിസീവബിൾ, ക്രെഡിറ്റ്, സെയിൽസ്. മക്കളെ ലോജിക്ക് മനസ്സിലായോടാ? ലോജിക്ക് മനസ്സിലായോ? അല്ലെ? നമ്മൾ കടത്തിന് വെക്കുമ്പോ എന്തായിരിക്കും? ഇപ്പൊ ഞാൻ ബിസിനസ് ആണ്, ചോക്ലേറ്റ് ഫാക്ടറിയാ. ചോക്ലേറ്റ് ഞാൻ എന്ത് ചെയ്തു? ഒരാൾക്ക് കടത്തിന് വിറ്റു. എനിക്ക് ഭാവിയിൽ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യും? ക്യാഷ് കിട്ടും. ഭാവിയിൽ പൈസ കിട്ടണോ? എന്താ പറയാ? ട്രേഡ് റിസീവബിൾ. ട്രേഡ് റിസീവ്. മക്കൾ രണ്ടും എഴുതിക്കുക. ഇത് രണ്ടും എന്തായാലും നിർബന്ധമായിട്ട് എഴുതണേ. എഴുതിട്ടാ, അതൊന്ന് എഴുതി നോട്ട് ചെയ്ത്.
എഴുതിയോടാ? എഴുതിയോ? ഒരു മിനിറ്റ് സാർ. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ മക്കളെ, ഒരു അടുത്ത കേസ് പറഞ്ഞുതരാം. വാ എല്ലാവരും നോക്കിട്ടാ. നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾ ചെയ്ത് നോക്കുവോ? നിങ്ങൾ പറഞ്ഞുതരില്ലേ? A company sale goods for cash 20,000. ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. A company sale goods for credit 10,000. ഈ 16,000 നമുക്ക് എന്ത് ചെയ്യും മക്കളെ? ഭാവിയിൽ കിട്ടുവോ? കിട്ടൂല. അതാ ഭാവിയിൽ കിട്ടി. ക്യാഷ് റിസീവ് ആരെന്ന് കിട്ടുക? ഫ്രം ക്രെഡിറ്റ് കസ്റ്റമർ ഓഫ് 10,000. ഇതിന്റെ 3 അഞ്ചുകളുണ്ട്. എനിക്ക് ഇപ്പൊ കാണിച്ചു തരണം. നിങ്ങൾ ചെയ്യണം. സാർ തേർഡ് വൺ എന്താ സാർ? തേർഡ് വൺ ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ. നമുക്ക് കിട്ടാനുള്ള പൈസടാ, ഇയാൾക്ക് കടത്തിനല്ലേ വിറ്റത്, ആ പൈസ ഭാവിയിലാണ് കിട്ടി. അപ്പൊ എന്താ ചെയ്യാന്ന് പറയണം. ക്യാഷ് അക്കൗണ്ട് ക്യാഷ് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. Okay, perfect. പെർഫെക്റ്റ്. മക്കളെ എങ്ങനെ അക്കൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞ ഫസ്റ്റ് ജേണൽ എൻട്രി പറ. സെയിൽ ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന ജേണൽ വരിക. ക്യാഷ് കൂടി അസറ്റ് കൂടി ഡെബിറ്റ് ചെയ്യണം. സെയിൽ കൂടി ഇൻകം കൂടി ക്രെഡിറ്റ് ചെയ്യണം. ഇത് മക്കൾക്ക് എല്ലാവർക്കും പക്കയായിരിക്കും, ഉറപ്പല്ലേ? ഇവിടുന്നാണ് കുറച്ച് കൺഫ്യൂഷൻസ് വന്നത്. ഇതെങ്ങനെ മക്കളെ? ഇതിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? സെയിൽ എന്ന് പറഞ്ഞ മക്കൾ എന്താണ്? ഇൻകം ആണടാ. ഇൻകം കൂടുമ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടടാ? പറടാ.
ക്രെഡിറ്റ് സെയിൽ ഇത് പക്കയാണോ മക്കളെ? നമുക്ക് പൈസ കിട്ടുന്നുണ്ടോ? ക്രെഡിറ്റിന് കിട്ടുന്നത് പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഭാവിയിൽ കിട്ടൂടാ. ഭാവിയിൽ കിട്ടുവോ? കിട്ടും. അപ്പൊ നമ്മൾ എന്താ പറയാ? ഡെബിറ്റ് ട്രേഡ് റിസീവബിൾ. റിസീവബിൾസ് എത്രടാ? 10,000. ഇവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് സർ. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് റിസീവ്ഡ്. ഇത് ഏത് എലമെന്റ് ആണ്? ക്യാഷ് റിസീവ്ഡ് എന്താണ്? എന്ത് കൂടി? അസറ്റ് കൂടി ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഡെബിറ്റ് എന്താണ്? ക്യാഷ് കിട്ടി. ഡെബിറ്റ് ക്യാഷ്. ആരുടെ പൈസ കിട്ടിയ മക്കളെ? ട്രേഡ് കസ്റ്റമർ. ക്രെഡിറ്റ് കസ്റ്റമർ. അവരെ നമ്മളെന്താ പൈസ കിട്ടുന്ന ആൾക്കാരല്ലേ? അപ്പൊ അവരെന്താ പറയാ? ട്രേഡ് റിസീവർ. അവര് പൈസ തരാണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തെന്ന് അവര് അസറ്റ് ചെയ്യുന്നു. അവര് പൈസ തന്നു എന്ന് പറഞ്ഞാൽ അസറ്റ് എന്തായിടാ? അസറ്റ് എന്തായി? പറടാ കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ്. സെറ്റ് ആണോ? ഉറപ്പല്ല മക്കളെ? ക്ലിയർ അല്ലേ? എല്ലാരും ക്ലിയർ? ഡൗട്ട് ആർക്കും ഡൗട്ടിലുള്ളോ? പക്കല്ലേ? എടാ ക്രെഡിറ്റർ എന്ന് ഇടരുത് കേട്ടോ സേറ. ഓക്കെ, ക്രെഡിറ്റർ എന്ന് ഇടരുത് മക്കളെ. ഡെപ്റ്റർ ആണ് നിങ്ങളെ കേസിലും ക്രെഡിറ്റർ ഒന്നും അറിയില്ല. ഓക്കെ മക്കളിത് മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാലോ? ടൈം ഉണ്ട്. ക്ലിയർ ആണ്? കേട്ടില്ല. എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല. മക്കളെ എല്ലാവരും ക്ലിയർ ആവുന്ന ചാറ്റ് ബോക്സിൽ പറ. എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? മൂവ് ചെയ്തോട്ടെ. ഓക്കെ മക്കളെ ഇനി അടുത്ത കേസ് ആട്ടോ. അടുത്ത കേസ് ആണ് നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടോ. എ കമ്പനി മക്കളെ പർച്ചേസ് ചെയ്തോടാ ഗുഡ്സ് ഫോർ ക്യാഷ്. വരാ പറ. എന്താണ് പർച്ചേസ്? എലമെന്റ്സ് പറ. പർച്ചേസും പർച്ചേസ് എന്ന സംഭവടാ എക്സ്പെൻസ് കൂടി എന്ത് ചെയ്യണം മോനെ? ക്യാഷ് എന്താണ് സാധനടാ? കുറഞ്ഞു എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യണം? ഡെബിറ്റ് പർച്ചേസസ് ക്രെഡിറ്റ് ക്യാഷ്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ നോക്കില്ല. ഇത് മക്കൾക്ക് സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഉറപ്പല്ലേ? ഓക്കെ. അടുത്തത് മക്കളെ എ കമ്പനി പർച്ചേസ് ചെയ്തു. എടാ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് മക്കളെ. അതിനർത്ഥം എന്താ? നമ്മള് ഇപ്പൊ പൈസ കൊടുക്കുവോ? നമ്മള് ഗുഡ്സ് വാങ്ങിച്ചത് നമ്മള് പൈസ കൊടുത്തോ? ബിസിനസ് പൈസ കൊടുത്തോ? ഇല്ല. ബിസിനസ് ഭാവിയില് പൈസ കൊടുക്കും. അപ്പൊ എങ്ങനെ ജനറേറ്റ് ചെയ്യും മക്കളെ? പർച്ചേസ് ഒരു എലമെന്റ് ആണ്. പിന്നെ ഏത് എലമെന്റ് മക്കളെ? ക്രെഡിറ്റ്. എടാ പർച്ചേസ് എന്ത് എലമെന്റ്? എല്ലാരും പറഞ്ഞ ഉറക്കിനെ പറയാതെ എലമെന്റ് കൂടുമ്പോ എന്ത് ചെയ്യണം? അടുത്ത എലമെന്റ് എന്താ പറ? എല്ലാരും പറ. അടുത്ത എലമെന്റ് എന്താ പറ? ക്രെഡിറ്റ് അല്ല, ക്രെഡിറ്റ് ആണ്. എന്താ? അപ്പൊ ഒരു കാര്യം പറ്റും മക്കളെ, ഇവിടെ നമുക്ക് പൈസ ഭാവിയിൽ കിട്ടാനാണോ പൈസ നമ്മൾ ഭാവിയിൽ കൊടുക്കാനാണോ? അത് പറ. കൊടുക്കാനാണ് നമ്മൾ എന്തായാലും പറയാ ട്രേഡ് പേയബിൾ. അത് പേയബിൾ കൂടുമ്പോ എന്താണ് അതിന്റെ അർത്ഥം മക്കളെ? ലൈബിലിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഡെബിറ്റ് പർച്ചേസ് 20,000. ക്രെഡിറ്റ് എന്താണ്? പേയബിൾ. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ? സെറ്റ് അല്ലേ? ലൈബിലിറ്റി നമ്മളിപ്പോ പൈസ കൊടുക്കുന്നില്ല, ഭാവിയിൽ പൈസ കൊടുക്കണം. ഇതെന്ത് ലൈബിലിറ്റിടാ? കറന്റ് ആണോ നോൺ കറന്റ് ആണോ? എന്താണ് സാം? എന്താണ് കറന്റ് ലൈബിലിറ്റി? സാം ഇത് ഇവിടെ ഭാവിയിൽ നമ്മൾ പൈസ കൊടുക്കണോ? സാമ ഇവിടെ ഭാവിയിൽ പൈസ കൊടുക്കണോ? അതിനെന്താ പറയാ നമ്മളടാ? പറഞ്ഞു കൊടുക്ക, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കടാ. ട്രേഡ് പേയബിൾ കൂടുമ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ട്രേഡ് പേയബിൾ? എന്ത് എലമെന്റാ? ലയബിലിറ്റി. കൂടുമ്പോ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമുക്ക് പൈസ ഭാവി കിട്ടാണ് നിങ്ങൾ എന്താ പറയാ? ഒന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും. പറഞ്ഞു കൊടുക്കുക. ട്രേഡ് റിസീവ്. പൈസ എന്ത് എലമെന്റാ? ക്യാഷ്.
എന്ത് എലമെന്റാ ട്രേഡ് റിസീവേഴ്സ് പൈസ കിട്ടാനുള്ളത്? അസറ്റ് ആണ്. കൂടുമ്പോ എന്ത് ചെയ്യണം? കൂടുമ്പോ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ലാസ്റ്റ് ലൈൻ ആണ് കേട്ടോ. നമുക്ക് പൈസ കൊടുക്കാനല്ലേ? നമ്മള് പൈസ കൊടുക്കാനല്ലേ? ആർക്ക്? ഗുഡ്സ് വാങ്ങിച്ചത് പൈസ കൊടുക്കാനല്ലേ? നോക്കട്ടെ, ഈ സെൻസ് നോക്കിട്ട പെയ്ഡ് ക്യാഷ് ഓഫ് 20,000. നമ്മൾ എന്ത് ചെയ്തു? 20,000 തിരിച്ചു കൊടുക്കുക. ആർക്ക് കൊടുക്കുക? ആർക്ക് കൊടുക്കുക? ക്രെഡിറ്റ് ആരാണ്? സപ്ലൈസ് എടാ, സപ്ലൈസ്. നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചിട്ട് സപ്ലൈസ് ആണ് വിളിക്കുക, അല്ലടാ മക്കളെ. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് പറ? എലമെന്റ്സ് ഏതൊക്കെ പറ? ക്യാഷ് എന്ത് എലമെന്റാ പറ? എല്ലാരും പറ. അസറ്റോടെ കൂടിക്കാണോ കുറഞ്ഞിക്കാണോ? കുറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലെ? ക്യാഷ് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ആരെ ക്രെഡിറ്റ് സപ്ലർ ആരാ വരിക? ആരാണെന്ന് വിളിക്കുക? നമ്മളെന്താ വിളിക്കുക? ട്രേഡ് പേയബിൾ. ഈ ട്രേഡ് പേയബിൾ മക്കൾ എന്താ സംഭവം? ലൈബിലിറ്റി ആണോ? ആണോടാ? ആണോ? ലൈബിലിറ്റി ആണോ? ലൈബിലിറ്റി ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൂടിക്കാണോ കുറഞ്ഞിക്കാണോ? ലൈബിലിറ്റി കൂടിക്കാണോ കുറഞ്ഞിക്കാണോ? ഞാൻ പറയട്ടെ മക്കളെ, ലൈബിലിറ്റി കൂടിക്കാണോ കുറഞ്ഞിക്കാണോ? ട്രേഡ് പേയബിൾ കുറഞ്ഞു. കാരണം എന്താ? പൈസ കൊടുക്കാനുള്ള പൈസ നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു വീട്ടി. അപ്പൊ നമ്മളെ ലൈബിലിറ്റി എന്താവൂടാ? ലൈബിലിറ്റി എന്താവും? കുറഞ്ഞു. ലൈബിലിറ്റി കുറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം മോനെ? ഡെബിറ്റ് ആണ്. ലൈബിലിറ്റി കുറയുമ്പോ ക്രെഡിറ്റ്. മക്കളെ ലൈബിലിറ്റി കുറയുമ്പോ എന്താ വരിക? ഡെബിറ്റ്. നല്ല ആൾക്കാരട്ടോ ഞാൻ. എന്താണ് ലൈബിലിറ്റി കുറയുമ്പോ എന്താ ചെയ്യാ വരിക മക്കളെ? ഡെബിറ്റ്. അപ്പൊ എന്താ വരിക? ഡെബിറ്റ് ട്രേഡ് പേയബിൾസ് ക്രെഡിറ്റ് തെറ്റാണോ? ഞാൻ ഒരു ട്രാൻസാക്ഷൻ തരട്ടെ, നിങ്ങൾ ചെയ്യൂലേ? ഓക്കെ. Yes, sir. നോയ്സ് വരുന്നുണ്ടല്ലോ. രണ്ടിനും ചാനൽ എനിക്ക് ചാറ്റ് ബോക്സിൽ കിട്ടണം. ചാറ്റ് ബോക്സിൽ കിട്ടണം കേട്ടോ. അടിപൊളി. കറക്റ്റ് ആണ്. ഏകദേശം എല്ലാവർക്കും കറക്റ്റ് ആട്ടോ. അയച്ചത് എല്ലാവർക്കും കറക്റ്റ് ആണ്. സർ ക്യാഷ് ക്രെഡിറ്റഡ് ആണ്. ഓക്കെ. ട്രേഡ് പേബിൾസ് കറക്റ്റ് ആണ്.
മക്കളെ ബാ ഒന്ന് എനിക്ക് പറഞ്ഞ മക്കളെ എ കമ്പനി പർച്ചേസ് ഗുഡ്സ് എന്ത് കൂടിയടാ എന്ത് കൂടി എക്സ്പെൻസ് കൂടി സോ ഡെബിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് പൈസ ഇപ്പൊ കൊടുക്കുന്നുണ്ടോ ഭാവിയിൽ കൊടുക്കണം അപ്പൊ ലൈബിലിറ്റി കൂടി ക്രെഡിറ്റ് 1,50,000 ഓക്കെ 1,50,000 അടുത്ത മക്കൾ എന്താണ് അടുത്തെന്താണ് പെയ്ഡ് ക്യാഷ് അല്ലെ കൊടുക്കാർക്ക് പൈസ കൊടുത്തു അപ്പൊ ലൈബിലിറ്റി എന്തായി മക്കളെ ലൈബിലിറ്റി എന്താ ചെയ്യടാ കുറഞ്ഞു ലൈബിലിറ്റി കുറയുമ്പോ എന്താ ചെയ്യേണ്ടത് ഡെബിറ്റ് ട്രേഡ് പേയബിൾ ക്രെഡിറ്റ് എന്താണ് ക്ലിയർ ആണോ സെറ്റ് ആണോ പക്കയാണോ ഓക്കെ മക്കളെ ഒരു കാര്യം ചോദിക്കട്ടെ എ കമ്പനി introduced $10,000 of cash into business. ഓണർ 10,000 ബിസിനസ്സിൽ കൊടുത്തു മക്കളെ അപ്പൊ എന്ത് കൂടി പറ എന്ത് കൂടി ക്യാപിറ്റൽ കൂടുമ്പോ എന്ത് ചെയ്യണം മോനെ ക്യാപിറ്റൽ കൂടുമ്പോ എന്ത് ചെയ്യണം ക്യാപിറ്റൽ കൂടുമ്പോ ക്യാപിറ്റൽ കൂടുമ്പോ ക്രെഡിറ്റ് ചെയ്യണം അല്ലടാ എന്താ ബിസിനസ്സിലേക്ക് എന്താ കിട്ടിയത് എന്താ വന്നത് ക്യാഷ് കൂടുമ്പോ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം മക്കളെ സെറ്റാണോ എടാ ഇത് സത്യം പറഞ്ഞാലല്ലേ നിങ്ങള് ഈ ജേർണലിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലാന്ന് കരുതിയത് കേട്ടാ നമ്മൾ SBR ഇല്ലേ ഫൈനൽ പേപ്പർ ACCന്റെ ഫൈനൽ പേപ്പർ പെട്ട പേപ്പറാണ് SBR അത് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ മെയിൻലി നിങ്ങൾ ആൻസർ ചെയ്തുമ്പോ എന്ത് യൂസ് ചെയ്യണം ജേർണൽസ് യൂസ് ചെയ്യണം ഇപ്പൊ എന്നും നമുക്ക് ലൈഫിൽ വേണ്ട സാധനമാണ് ജേർണൽസ് നിങ്ങൾ ഇനി ഇന്റർവ്യൂവിന് പോവാണ് ബിഗ് ഫോഴ്സിലെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മെയിൻലി ചോദിക്കുന്നത് എന്താ അറിയോ ജേർണൽ എൻട്രീസ് ചോദിക്കാറുണ്ട് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ജേർണൽ എൻട്രീസ് ചോദിക്കും അപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം നമ്മള് ഇത് ഇപ്പൊ പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ക്ലിയർ ആണോ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നമ്മള് ഈ ബേസിക് ക്ലാസ്സിന്റെ പ്ലാൻ എങ്ങനെ അറിയാം ബേസിക് ക്ലാസ്സിന്റെ പ്ലാൻ എങ്ങനെ അറിയോ ഇതിന്റെ പ്ലാൻ ആക്ച്വലി എന്താ വെച്ചാല് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്റെ കമ്പനിയാണ് എന്റെ കമ്പനി നിങ്ങൾക്ക് അറിയാം എന്താണ് ആക്ച്വലി ചോക്ലേറ്റ് ഫാക്ടറിയാണ് 1 ജനുവരി 2020 മുതൽ 31 ഡിസംബർ 2020 നടന്ന എന്റെ ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ലേ ചെറിയ കമ്പനിയാടാ കുറച്ച് ഇതിനുള്ള ട്രാൻസാക്ഷൻ ഉണ്ടാവും കേട്ടോ ഒരുപാടെണ്ണം ഉണ്ടാവും ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞു കമ്പനിയാണ് അപ്പൊ ഈ കമ്പനി നിങ്ങൾ ആദ്യം അക്കൗണ്ടന്മാർ എന്ത് ചെയ്യും ജേർണൽ ആക്കും പിന്നെ അടുത്ത അക്കൗണ്ടിന് എന്ത് ചെയ്യും ലെഡ്ജർ ആക്കും അറ്റ് ലാസ്റ്റ് ഫൈനൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യും SOPയിലും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ബേസ് ക്ലാസ്സിന്റെ ബെനിഫിറ്റ് എന്താ അറിയോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഞാൻ അക്കൗണ്ട്സിൽ പഠിക്കുന്നത് എന്തിനാണ് അക്കൗണ്ട്സ് ഇതിനൊക്കെ പറ്റിയൊരു എക്സാക്ട് ഐഡിയ കിട്ടും നാളത്തോടെ ഇതെന്താവും ഈ ബേസ് ക്ലാസ് എന്താവും കംപ്ലീറ്റഡ് ആവും പിന്നെ നമ്മൾ നേരെ എവിടേക്ക് മൂവ് ചെയ്യും F7 എങ്ങനെ ഇനി F7 കുറിച്ച് എനിക്ക് പറഞ്ഞൂടെ
എഫ്സൺ എങ്ങനെ വെച്ചാൽ എഫ്സന്റെ ആദ്യത്തെ ഒരു 14 ചാപ്റ്റേഴ്സ് എന്താ പറയുക നിങ്ങള് 14 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്നത് എന്താ വെച്ചാല് വലിയ കമ്പനീസിൽ ഒരുപാട് കോംപ്ലക്സ് ആയ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. കോംപ്ലക്സ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കമ്പനീസ് ലീസിന് എടുത്തിട്ടുണ്ടാവും, അസറ്റ് റെന്റിന് എടുത്തിട്ടുണ്ടാവും, അവർക്ക് ഗവൺമെന്റ് ഗ്രാന്റ് കിട്ടിയിട്ടുണ്ടാവും, ഗവൺമെന്റ് ഗ്രാന്റ് പറഞ്ഞ സബ്സിഡീസ് കിട്ടിയിട്ടുണ്ടാവും, പിന്നെ മക്കളെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും, പിന്നെ അവർക്ക് കേസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യാം എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യത്തെ 14 ചാപ്റ്റേഴ്സിൽ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ, വലിയ കമ്പനി എന്തുണ്ടാക്കാൻ പഠിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പഠിക്കും. ഇതാണ് എവിടുത്തെ ടോപ്പിക്ക്, എഫ്എൽ. പിന്നെ നമ്മൾ രണ്ടാമത്തെ പിന്നെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ. ചില കമ്പനീസ് വേറെ കമ്പനി വാങ്ങിക്കും, അപ്പൊ ആ വാങ്ങിച്ച കമ്പനി ഈ കമ്പനി ഒരുമിച്ച് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അത് നിങ്ങൾ പഠിക്കും. പിന്നെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നിങ്ങൾ ഇന്ന് ഇന്റർപ്രറ്റ് ചെയ്യണം. എടാ അവിടെ ഇപ്പൊ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ഈ വർഷം സെയിൽസ് കൂടുതലാണ്, പ്രോഫിറ്റ് വർഷം കൂടുതലാണ്, അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഇത്രേ ടോപ്പിക്സ് ഉള്ളൂ എവിടെ പഠിക്കാനുള്ളൂ, പഠിക്കാനുള്ളൂ മക്കളെ. അപ്പൊ ഏകദേശം ഐഡിയ എഫ്എൽ നിങ്ങൾ എന്താ പഠിക്കുന്ന ഒരു ഐഡിയ കിട്ടില്ലേ? ഒരാൾ ചോദിക്കുകയാണ് എന്താണ് എഫ്എൽ ടോപ്പിക് എന്ന് ചോദിച്ചാൽ എന്ന് പറയണ്ടേ, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പനിയുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്, F7 പഠിക്കുന്നത്. വലിയ കോംപ്ലക്സ് ആയ ട്രാൻസാക്ഷൻ ചെയ്യാൻ നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്, F7. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ഒന്ന് കാണിച്ചു, ചുമ്മാ ടെക്സ്റ്റ് ഒന്ന് കാണിച്ചു തരില്ല എന്നാ. പറഞ്ഞ ഇത് നോക്കിട്ടോ, ഈ ചാപ്റ്റർ 6 7 ഇല്ലേ, അത് നമ്മളിപ്പോ എടുക്കൂല കേട്ടോ. 6 7 ഇപ്പൊ എടുക്കൂല. അത് എന്ത് ചാപ്റ്റർ ആണ്, തിയറി ചാപ്റ്റർ ആണ്. അത് നമ്മൾ എന്താ എടുക്കുക, റിവിഷൻ ക്ലാസ്സിലേക്ക് എടുക്കുക. ഇതിപ്പോ എടുത്തത് നിങ്ങൾ മാർക്കും, തിയറി അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഈ ഗ്രീൻ കളർ കാണിക്കുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ കവർ ചെയ്യും. അപ്പൊ നോക്കിട്ടോ, ചാപ്റ്റർ 1 to 5 ചാപ്റ്റർ 8 9 10 11 13 ഈ 13 ചാപ്റ്റർ, ഈ ഗ്രീൻ ലൈറ്റ് കാണുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് പറ, വലിയ കമ്പനിന്റെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ പഠിക്കുന്നത്. അതിൽ നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കും, വലിയ കമ്പനി നോൺ ട്രസ്റ്റ് വായിക്കുമ്പോൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും, ഇൻടാൻജസ്റ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്, ഇമ്പയർമെന്റ് എങ്ങനെയാണ്, അവിടെ ഒരു അസറ്റ് വിൽക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും. ഈ 14 13 ചാപ്റ്റർ നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കും മക്കളെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പഠിക്കും അല്ലെ, വലിയ കമ്പനിന്റെ എഫ്എസ്. പിന്നെ നമ്മൾ എന്താ പഠിക്കാൻ പറഞ്ഞാൽ കൺസോൾട്ടേഷൻ. എന്താ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനി ഒരുമിച്ച് മേർജ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എഫ്എസ്. പിന്നെ മക്കളെ ലാസ്റ്റ് എന്താണ്, ഇന്റർപ്രിട്ടേഷൻ. ഇത്ര ടോപ്പിക്കുകൾ മോനെ എവിടെ പഠിക്കാന്, എഫ്എൽ പഠിക്കാം. അപ്പൊ ഞാൻ പറയട്ടെ, ഇത് കഴിഞ്ഞ മക്കൾക്ക് ഒരു ഐഡിയ കിട്ടൂലേ, നിങ്ങൾ എന്താണ് അക്കൗണ്ട്സ് പഠിക്കാൻ പോണത്, ഒരു ഐഡിയ കിട്ടൂലേ, എക്സാക്ട് ഐഡിയ കിട്ടൂലേ. ആ ഐഡിയ കിട്ടി കഴിഞ്ഞ് നമ്മൾ നേരെ ഇതിലേക്ക് മൂവ് ചെയ്യും, എഫ്എല്ലിലേക്ക് മൂവ് ചെയ്യും. പിന്നെ നമ്മൾ പഠിക്കണൊക്കെ എന്താണ്, പിന്നെ നമ്മളെ പഠിത്തമൊക്കെ പിന്നെ ഏത് ബേസിലായിരിക്കും, വലിയ കമ്പനിന്റെ എഫ്എസ് ഉണ്ടാക്കാൻ പഠിത്തമായിരിക്കും നമ്മൾ പഠിക്കുക അല്ലെ. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ അസറ്റിന്റെ കേസ്, അസറ്റ് വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത്, അങ്ങനെ ഒരുപാട് സംഭവം പറഞ്ഞാല് ഞാൻ പറഞ്ഞ ACC പറഞ്ഞാല് നല്ല ടഫാന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അപ് ടു ഡേറ്റ് പഠിക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ്സ് ക്വൈറ്റ് എന്താണ് ഈസിയാണ്. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടാക്കിൾ ചെയ്തിട്ട് പാസ് ആവാൻ പറ്റിയ പേപ്പറാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറയാനുള്ള കാരണം വെച്ചാല് നാളെ വരുമ്പോ ഇത് ഹോംവർക്ക് ആയിട്ട്, ഹോംവർക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല, ബികോം ഉള്ളതല്ലേ, വർക്കായിട്ട് ചെയ്യണം. എന്ത് ഈ കാര്യം ട്രാൻസാക്ഷൻ മക്കൾ എന്ത് ചെയ്യണം, ഇത് എന്താക്കിട്ട് വരണം, നാളെ ഇത് ജേണൽ ആക്കിയിട്ട് വരണം. ചെയ്യൂലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ക്ലാസ് എന്തുണ്ടാക്കും, ബാക്കി സ്റ്റെപ്പുകളൊക്കെ നമ്മൾ നാളെ ചെയ്യും. നാളത്തോടെ എന്ത് തീരും, ബേസിക്സ് തീരും. പിന്നെ ഇതിലേക്ക് മൂവ് ചെയ്യാം, നമുക്ക് ഡയറക്ട്ലി F7 മൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ മക്കളെ നിങ്ങൾക്ക് ഇതിനടുത്ത് ക്ലിയർ ആണോ? ജേണൽ ഇപ്പൊ പക്കയല്ലേ, ഉറപ്പല്ലേ, പക്കയാവുന്നില്ലേ മക്കളെ? ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാട്ടോ. ഓക്കെ, എടുത്തില്ലേ? അപ്പോ ഇതാണ് നമ്മുടെ കേസ് സ്റ്റഡി.